प्यारे बच्चों, आदाब। कैसे हैं आप? सब लोग ठीक हैं? अच्छा, हम पिछले क्लास में एक जुलूस में शिरकत किए और जुलूसिल और प्रകടനത്തിൽ പങ്കെടുത്തു നമ്മൾ अല്ലേ? जंगल के सारे जानवर और परिंदे अपने शिकायत कहने के लिए, अपने शिकायत देने के लिए जंगली पंचायत के तरफ एक जुलूस निकला। हम भी उसमें शिरकत किए और जानवरों के साथ, परिंदों के साथ हमने भी क्या किया? नारा लगाया। सबको याद है? पिछले क्लास सबने देखा, जिस तरह समझ गया, ठीक है। इसमें चंद सरगर्मियाँ दिए थे आपको। सब लोग वो सरगर्मियाँ लिख कर अपने टीचर को भेज दिया। सबने भेज दिया? कोई बाकी है देने के लिए? ठीक है, सब लोग लिख दिया है। अच्छा, ठीक है, हम देखें वो सरगर्मियाँ क्या क्या थे। हम एक बार भी देखें, अले देखिए पहला सरगर्मी क्या थे? पिछले क्लास का पहला सरगर्मी क्या थे? ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? अदायद काटिल ഇപ്പോൾ चट्टान तोड़ने की वजह से बहुत परेशानियाँ होती है അല്ലേ? മൃഗങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു അല്ലേ? നമ്മുടെ പ്രവർത്തനം ഇതായിരുന്നു, എന്തെല്ലാം ക്യാ പരേശാനിയാം സാമനെ കർണേ പട, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ് മൃഗങ്ങൾക്ക് ഉണ്ടായത്. നിങ്ങളെല്ലാവരും എഴുതിയില്ലേ? ठीक है, നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു പ്രയാസങ്ങൾ. देखिए, जंगल बर्बाद हो जाएगा. जंगल എന്ന് പറഞ്ഞാൽ കാട്, ബർബാദ് ഹോ ജായേഗ നശിച്ചു പോകും. അടുത്തത്, ജംഗൽ ബർബാദ് ഹോ ജായേ തോ ഉനെ ഖാന നഹീ മിലേഗ. കാട് നശിച്ചു പോയാൽ ഉനെ എന്ന് പറഞ്ഞാൽ അവർക്ക്, മൃഗങ്ങൾക്ക് എന്തെയില്ല, ഖാന നഹീ മിലേഗ, ഭക്ഷണം ലഭിക്കില്ല. വോ ബേഗർ ഹോ ജായേഗ, അവർ എന്ത് ചെയ്യും? ബേഗർ ഹോ ജായേഗ, വീടില്ലാത്തവർ ഭവനരഹിതരായിട്ട് മാറും. ठीक है, ठीक है. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നമ്മൾ ആ ജാനവർ പരിന്തോക്കോ മദദ് കിയെ. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ട മുദ്രാവാക്യം നേരാ തയ്യാർ കർണേക്കേലി, അവർക്ക് ജുലൂസ് വിളിക്കാൻ വേണ്ട മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാൻ വന്ന് ഇത് അവരെ സഹായിച്ചില്ലേ? ഏതൊക്കെ മുദ്രാവാക്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയത്? നോക്കൂ, നമ്മൾ തയ്യാറാക്കിയ മുദ്രാവാക്യം നമുക്കൊന്ന് വായിച്ച് നോക്കാം. ठीक है, देखिए. ഇൻഖിലാബ് ജിന്ദാബാദ്. ഇൻഖിലാബ് ജിന്ദാബാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപ്ലവം വിജയിക്കട്ടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ജംഗലിസ്ഥാൻ ജിന്ദാബാദ്. ജംഗലിസ്ഥാൻ ജിന്ദാബാദ്. ജംഗൽ ബച്ചാവോ ജാൻ ബച്ചാവോ. ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥമാണ്, ബച്ചാനെ രക്ഷിക്കുക. അപ്പോൾ ജംഗൽ ബച്ചാവോ ജാൻ ബച്ചാവോ. പേട് ലഗാവോ, മരങ്ങൾ നടൂ, ജാൻ ബച്ചാവോ, ജീവൻ രക്ഷിക്കൂ. ജംഗലിസ്ഥാൻ ജിന്ദാബാദ് അല്ലേ? ഇതുപോലെ കൂടുതൽ നിങ്ങൾ എഴുതേനി കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ സർഗർമി ഉണ്ടായിരുന്നു. തീസറ സർഗർമി എന്തായിരുന്നു? जानवर और परिंदे शिकायतनामा किसको दिया? पंचायत प्रेसिडेंट सदर पंचायत मोटू खरगोश को दिया, अले? और सारी बातें मोटू खरगोश को बताया, अले? ये सब सुनकर मोटू खरगोश पंचायत പ്രസിഡന്റ് സദർ പഞ്ചായത്ത് ക്യാ കിയ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് നിങ്ങൾ എഴുതിയത് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഈ പരാതി കേട്ട് ചെയ്തിട്ടുണ്ടാവും? എന്തെല്ലാമാണ് എഴുതിയത്? നോക്കൂ, അതുകൂടി നമുക്ക് നോക്കാം. ലോഗോं को ആഗാഹ് കിയാ ഹോഗ. ജനങ്ങളെ, ആളുകളെ ബോധവൽക്കരിച്ചിട്ടുണ്ടാവും. ജംഗൽ की हिफाजत की अहमियत पर പോസ്റ്റർ തയ്യാർ കിയാ ഹോഗ. കാടിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന പോസ്റ്റർ തയ്യാർ കിയാ ഹോഗ. പോസ്റ്ററുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. സബീക്കോ ബുലാക്കർ മീറ്റിംഗ് മുൻഹക്കിദ് കിയാ ഹോഗ. എല്ലാവരും വിളിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ठीक है, അപ്പോൾ സർഗർമിയ എല്ലാം മനസ്സിലാക്കി. ഇനി ചെയ്യാനാവരും ബാക്കിയൊക്കെ നോട്ടിലേക്ക് അവർ എഴുതിയെടുക്കുക. ഇനി നമ്മൾ അപ്പോൾ അവർ ഷിക്കായത്നാമ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവരെ ഏൽപ്പിച്ചു അല്ലേ? ഇനി കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ സദറെ പഞ്ചായത്ത് മോട്ടു ഖർഗോഷ് അവരുടെ കാട്ടിലേക്ക് വരികയാണ്. സുക്കൂനാബാദ് എന്നാണ് അവരെ ആ സ്ഥലത്തിൻ്റെ പേര്.
അപ്പോൾ അവർ മോട്ടു ഖർഗോഷിന് സുക്കൂനാബാദിലേക്ക് വരുന്നതാണ് നമ്മളെ അടുത്ത പാഠഭാഗമായിട്ട് വരുന്നത്. ടീക്കേ, നമുക്ക് അടുത്ത പാഠത്തിൻ്റെ പേരാണ് ഹം നെയ് ചോടേങ്കെ. ഹം നെഹി ചോടേങ്കെ. നമുക്ക് ആദ്യം ആ പാഠം ഒന്ന് വായിച്ച് നോക്കാം. ടീക്കേ, സബ് ലോഗ് മേരെ സാത്ത് പഠിയേ. സദർ पंचायत मोटू खरगोश सुकूनाबाद पहुँचे. जंगल के परिंदे और जानवर वहाँ जमा हो गए. सदर पंचायत ने कहा, भाइयों और बहनों आदाब. भाइयों और बहनों आदाब. आपकी परेशानी को मैं खूब समझता हूँ. आपकी परेशानी को मैं खूब समझता हूँ. आपके वार्ड मेंबर चालू बंदर ने मुझे सारी बातें बताई है. आपके वार्ड मेंबर चालू बंदर ने मुझे सारी बातें बताई है. इस मामले में पंचायत आपके साथ है. इस मामले में पंचायत आपके साथ है. लेकिन ये सिर्फ पंचायत का ही काम नहीं है. लेकिन ये सिर्फ पंचायत का ही काम नहीं है. हम छोटे बड़े सब मिलकर ये काम करेंगे. हम छोटे बड़े सब मिलकर ये काम करेंगे. हमारी कोशिश ज़रूर कामयाब होगी. समझ गया? ഇതാണ് മോട്ടു ഖർഗോഷ് അവിടെ നടത്തിയ പ്രസംഗം, പ്രഭാഷണം. ടീക്കേ, എല്ലാവരും ഒന്ന് ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. ശരിക്കും വായിച്ച് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് വായിക്കുന്ന ഒരു ഓഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ടീക്കേ, അച്ഛാ. ടീക്കേ, അപ്പോൾ നമ്മൾ പാഠം വായിച്ചു കഴിഞ്ഞു. എല്ലാവരും വായിക്കാൻ മനസ്സിലാക്കി. എന്താണ് മോട്ടു ഖർഗോഷ് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മനസ്സിലാവും നിങ്ങൾക്ക്? എന്തെല്ലാം കാര്യമാണ് പറഞ്ഞത്? നോക്കൂ, ഇതിൽ മിക്ക വാക്കുകളും നമുക്ക് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ്. നമ്മൾ മുൻ പാഠങ്ങളിൽ പഠിച്ച വാക്കുകൾ തന്നെയാണ് മിക്ക വാക്കുകളും വന്നിട്ടുള്ളത് ഈ പാഠത്തിൽ. ഒന്ന് രണ്ട് പുതിയ വാക്കുകൾ നോക്കാം നമുക്ക്. ജമ ഹോന, രണ്ടാമത്തെ വരിയിൽ ജമ ഹോന. ജമ ഹോന ഒരുമിച്ച് കൂടുക നടത്താണ്. ജമ ഹോന ഒരുമിച്ച് കൂടുക. അതുപോലെ പരേശാനി എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം. നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ ഒരു പ്രവർത്തനം ചെയ്താണ്. പ്രയാസം, ബുദ്ധിമുട്ട് വളർത്താണ് പരേശാനി. ഇനിയുള്ളത് സമജ്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മനസ്സിലാക്കുക. പിന്നെ അടുത്ത നോക്കൂ, മുആമില. മുആമില എന്ന് പറഞ്ഞാൽ കാര്യം, പ്രശ്നം എന്നൊക്കെ അർത്ഥമാണ് കേട്ടോ. മുആമില എന്ന് പറഞ്ഞാൽ അമൽ എന്ന് വന്ന വാക്കാണ്. ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രോബ്ലം എന്നുള്ള അർത്ഥമാണ് വരുന്നത് മുആമില. അതുപോലെ സിർഫ് എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അർത്ഥമാണ്. ലേക്കിൻ ഏ സിർഫ് എന്നുണ്ടോ, ആ മാത്രം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന വാക്കുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രയാസമുള്ള വാക്കുകൾ നിങ്ങൾ നോട്ടിലേക്ക് അതിൻ്റെ അർത്ഥസഹിതം എഴുതിയെടുക്കാം. ഓക്കെ, പിന്നെ നമുക്കൊന്ന് വായിച്ച് നോക്കാം എന്താണ് ഈ പാഠത്തിൻ്റെ ആശയം, അതായത് മോട്ടു ഖർഗോഷ് എന്താണ് അവിടെ പറഞ്ഞത് എന്നുള്ളത്. ठीक है, सब लोग गौर से सुनिए. अपनी उंगली रखकर, उंगली क्या है, उंगली വിരൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ശരിക്കും ശ്രദ്ധിക്കുക. ठीक है, നോക്കൂ. हम नहीं छोड़ेंगे. हम क्या है, हम നമ്മൾ. नहीं छोड़ेंगे, छोड़ना क्या है, छोड़ना എന്നാൽ ഉപേക്ഷിക്കുക എന്നർത്ഥമാണ്. हम नहीं छोड़ेंगे, നമ്മൾ ഉപേക്ഷിക്കൂല, നമ്മൾ ഈ പ്രശ്നം വിട്ട് കളയൂല, നമ്മൾ ഒഴിവാക്കൂല അല്ലേ, നമ്മൾ എന്തായാലും എന്ത് ചെയ്യില്ല, ഇത് വെറുതെ വിടൂല എന്നുള്ള ഒരു ആശയമാണ് വരുന്നത്. हम नहीं छोड़ेंगे. നോക്കും. സദർ പഞ്ചായത്ത് മോട്ടു ഖർഗോഷ് സുക്കൂനാബാദ് പഹുഞ്ചെ. അങ്ങനെ എന്ത് ചെയ്തു, സദർ പഞ്ചായത്ത് മോട്ടു ഖർഗോഷ് സുക്കൂനാബാദിൽ പഹൂഞ്ചന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. അവിടെ എന്ത് ചെയ്തു, സുക്കൂനാബാദിൽ ഈ പ്രശ്നം നടത്ത സ്ഥലത്ത് എന്ത് ചെയ്തു, പാറ പൊട്ടിക്കപ്പെട്ട സ്ഥലത്ത് എന്ത് ചെയ്തു, അദ്ദേഹം എത്തി. ജംഗൽ കെ പരിന്ദേ ഔർ ജാനവർ വഹാം ജമ ഹോ ഗയെ. കാട്ടിലെ എല്ലാ മൃഗങ്ങളും പക്ഷികളും വഹാം അവിടെ ജമ ഹോ ഗയെ ഒരുമിച്ച് കൂടിയിരുന്നു. സദറെ പഞ്ചായത്തിനെ കഹ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മോട്ടു ഖർഗോഷ് എന്ത് ചെയ്തു, കഹ പറഞ്ഞു, അല്ലെ പറയാൻ തുടങ്ങി. എന്ത്, ബായോ, അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. ബായോ ബഹനോ, സഹോദരി സഹോദരന്മാരെ, ആദാബ് നമസ്കാരം. आपकी परेशानी को मैं खूब समझता हूँ. आपकी परेशानी, आप താങ്കൾ അല്ലെ, നിങ്ങളുടെ പരേശാനി എന്നാൽ പരേശാനി ക്യാ ഹെ, പ്രയാസങ്ങൾ. ഞാൻ ഖൂബ് സമജ്താ ഹും, നന്നായി മനസ്സിലാക്കുന്നുണ്ട്.
आपके വാർഡ് മെമ്പർ ചാലു ബന്ദർ ने मुझे सारी बातें बताई है. നിങ്ങളുടെ വാർഡ് മെമ്പർ ചാലു ബന്ദർ മുझे എന്നോട് സാരി ബാतें बताई है, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. इस मामले में पंचायत आपके साथ है. ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു കാര്യത്തിൽ പഞ്ചായത്ത് ആപ്കെ സാത്ത് ഹെ, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പഞ്ചായത്ത് എന്നുണ്ട് ആപ്കെ സാത്ത്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ലേക്കിൻ യേ സിർഫ് പഞ്ചായത്ത് കാ ഹി കാം നഹി, ലേക്കിൻ എന്നാൽ ഇത് സിർഫ് പഞ്ചായത്ത് കാ ഹി കാം നഹി, ഇത് പഞ്ചായത്തിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ. അതായത് പഞ്ചായത്ത് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഹം ചോട്ടെ ബഡെ സബ് മിൽക്കർ യേ കാം കരേംഗെ. എന്ത് ചെയ്യണം? ഹം, നമ്മൾ, ചോട്ടെ ബഡെ, ചെറിയവരും വലിയവരും, സബ് മിൽക്കർ, എല്ലാവരും എന്ത് ചെയ്യണം? ഒരുമിച്ചിട്ട് എന്ത് ചെയ്യണം? മിൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിട്ട് യേ കാം കരേംഗെ, ഈ ജോലി, ഈ ഒരു പ്രവൃത്തി, ഈ ഒരു കാര്യം ചെയ്യണം. ഹമാരി കോഷിഷ് ജറൂർ കാമയാബ് ഹോങ്കി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കോഷിഷ് എന്നാണ് അർത്ഥം, പരിശ്രമം അല്ലേ? ജറൂർ, തീർച്ചയായും, കാമയാബ് ഹോഗി, വിജയം കണ്ടെത്തും അല്ലെ വിജയിക്കും. ഇതാണ് അദ്ദേഹം നടത്തിയ ആ തക്രീർ പ്രസംഗം. എന്താ ഉറുദു പറയാ? തക്രീർ. ടീക്കേ, സമജ് ഗയാ? അപ്പോൾ നമ്മൾ എന്താണ് അദ്ദേഹത്തിൻ്റെ തക്രീർ, മോട്ടു ഖർഗോഷിൻ്റെ പ്രസംഗം എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ? അപ്പോൾ അവിടെ വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, എല്ലാവരും കൂടിയിട്ടുണ്ട് അവിടെ അല്ലേ? കുറേ ആൾ മോട്ടു ഖർഗോഷിന് എന്ത് ചെയ്തു? അദ്ദേഹം പ്രസംഗിച്ചു. നാട്ടിലുള്ള മറ്റ് പ്രമുഖരൊക്കെ, അവിടെ കൂടിയ പ്രമുഖരായ ആളുകളൊക്കെ പ്രസംഗിച്ചു അല്ലേ? അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്തു? എനിക്കും എന്ത് ചെയ്തു? ആ ചടങ്ങിൽ പ്രസംഗിക്കാനുള്ള അവസരം നൽകി. നമ്മൾ നേരത്തെ അവരെ കൂടെ പങ്കെടുത്തതാണ് പ്രകടനത്തിൽ അല്ലേ? ഇപ്പോഴും നമ്മളവിടെ ഉണ്ട്, നമ്മളവിടെ കൂടെ ഉണ്ട് അല്ലേ? നമ്മളൊക്കെ ആ മൃഗങ്ങളെയും പക്ഷികളെയും കൂടെ അവരെ ദുഃഖത്തിൽ പങ്കുചേർത്തുകൊണ്ടുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? അവിടെ ഒരു ചാൻസ് കിട്ടി, ഒരു അവസരം കിട്ടി. എന്തിന്? പ്രസംഗിക്കാൻ വേണ്ടി, ഒരു തക്രീർ നടത്താൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ എന്താണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക? എന്താ പറയുണ്ടാവുക? സദറെ പഞ്ചായത്ത് എങ്ങനെയാണ് തക്രീർ, എങ്ങനെയാണ് പ്രസംഗം തുടങ്ങിയത് അല്ലെ? ഭായിയോ ബഹനോ, സഹോദരി സഹോദരന്മാരെ, ആദാബ്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? അങ്ങനെ തുടങ്ങാം അല്ലേ? ഭായിയോ ബഹനോ ആദാബ്. അപ്പം നമുക്കത് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ബഹുമാനിക്കണ്ടേ? അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെ തുടങ്ങാം? മുഹ്തറം സദറെ പഞ്ചായത്ത്. മുഹ്തറം എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ അല്ലെ, ആദരണീയനായ സദറെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഔർ ഭായിയോ ബഹനോ, മറ്റ് സഹോദരി സഹോദരങ്ങളെ, ആദാബ്, നമസ്കാരം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. ആപ് ജാനത്തെ ഹേ കെ ഹം യഹാം ക്യോ ജമാ ഹുയേ ഹേ. ആപ് ജാനത്തെ ഹേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആപ് ജാനത്തെ ഹേ കെ ഹം യഹാം ക്യോ ജമാ ഹുയേ ഹേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തെന്നാൽ ഖേ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഹം യഹാം ക്യോം ജമാ ഹുയേ, നമ്മളൊക്കെ എന്തിനാ അവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അറിയാം. ഹമാരെ ലോഗ് ഹമാരെ ജംഗൽ ബർബാദ് കർ രഹേ ഹേ, ആളുകൾ, ജനങ്ങൾ നമ്മുടെ കാടൊക്കെ ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജുൽമക്കെ ഖിലാഫ് ഹം ജറൂർ ആവാസ് ഉഡാനാ ഹെ, ഈ അക്രമത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ജറൂർ ആവാസ് ഉഡാനാ ഹെ, തീർച്ചയായും ശബ്ദം ഉയർത്തണം. ബഡി ഖുഷി കി ബാത് ഹെ കെ ഹമാരെ സദറെ പഞ്ചായത്ത് ബി ഹമാരെ സാത്ത് ഹെ. വലിയ ഖുഷി കി ബാത്, സന്തോഷമുള്ള കാര്യമാണ്. എന്തെന്നാൽ ഹമാരെ സദറെ പഞ്ചായത്ത് മോട്ടു ഖർഗോഷ് ബി ഹമാരെ സാത്ത് ഹെ, ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള മോട്ടു ഖർഗോഷ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഹം സബ് മിൽക്കർ ये जुल्म ख़त्म करना है, നമുക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ച്, സബ് മിൽക്കർ, എല്ലാവർക്കും ഒരുമിച്ച് ये जुल्म ख़त्म करना है, ഈ അക്രമത്തെ അവസാനിപ്പിക്കണം. और जालिम लोगों को यहाँ से भगाना है, അക്രമികളായ ആളുകളെ എന്ത് ചെയ്യണം? യഹാം സെ ബഗാന ഹെ, ഇവിടെ നിന്ന് ബഗാന, ഓടിക്കണം. ഏ കേക്കർ മേരി ചോട്ടി തക്രീർ ഖത്തം കർത്താ ഹും. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ശുക്രിയ, ഖുദാ ഹാഫിസ്. അപ്പോൾ ഇതാണ് എനിക്ക് അവസരം കിട്ടിയ സമയത്ത് ഞാൻ അവിടെ നടത്തിയ ചോട്ടി തക്രീർ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ദർസി കിതാബ് ഒരു ചോദ്യം, ഒരു സവാലുണ്ട്, ഒരു പ്രവർത്തനമുണ്ട്. എന്താണ്? സുക്കൂനാബാദ് ജൽസേമേ. അപ്പം ഞാൻ അവിടെ എൻ്റെ രീതിയിലൊരു ചെറിയ തക്രീർ പേഷ് ചെയ്യുക. സുക്കൂനാബാദ് കെ ജൽസേമേ ആപ്കോ തക്രീർ കർനാ ഹെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രസംഗിക്കാനുള്ള തക്രീർ നടത്താൻ അവസരം മിൽ ഗയ, കിട്ടി. ഇസ് മൗക്ക പർ ആപ് ക്യാ കഹേംഗെ, ഈ ഒരു
അവസരത്തിൽ നിങ്ങൾ ക്യാ കഹേങ്കെ എന്ത് പറയും, എന്താണ് നിങ്ങൾ അവിടെ പ്രസംഗിക്കുക. ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ മോട്ടു ഖർഗോഷിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടു അല്ലേ. ഞാൻ എൻ്റെ രീതിയിൽ ചെറിയ പ്രസംഗം ഇവിടെ അവതരിപ്പിച്ചു അല്ലേ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്വന്തമായ പ്രസംഗം തയ്യാറാക്കിക്കൂടെ? ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പ്രസംഗം നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ട് നിങ്ങൾ आपको टीचर को भेज देना है. ठीक है, सब लोग तैयार है? अच्छा, ഈ പാഠം നമ്മളെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 2 പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞത്. ആദ്യമായിട്ട് പറഞ്ഞത് ഈ പാഠം ഒന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഇതിലെ പ്രവർത്തനങ്ങൾ ഇതിലെ വാക്കുകൾ, പ്രയാസമുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ നോട്ടിലേക്ക് എടുത്ത് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ അവസാനം പറഞ്ഞ പ്രവർത്തനം തക്രീർ, പ്രസംഗിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ പ്രസംഗം തയ്യാറാക്കിയിട്ട് നിങ്ങൾ അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ടീക്ക് അപ്പോൾ എല്ലാവരും ചെയ്യൂലേ? ടീക്ക് അച്ഛാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുക്രിയ. ഖുദാ ഹാഫിസ്.